ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ. അപ്പം നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൽ 40ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കണ വലിയ തിരക്കെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ കാരണം മക്കൾക്ക് ലഞ്ചും സ്നാക്സും ഒന്നും കൊടുത്തയക്കണ വലിയ തിരക്കൊന്നുമില്ല. മക്കൾ മെസ്സിൽ നിന്ന് കഴിച്ചോളും. അതന്നെ ഭയങ്കര ഹറിബറിന്ന് ഒന്നും പറയാനില്ല ഇപ്പോൾ കേട്ടോ. രാവിലെ മക്കളൊന്ന് കുളിപ്പിച്ച് യൂണിഫോമൊക്കെ ഒന്ന് ഇട്ട് പറഞ്ഞേക്കുന്നതിൻ്റെ ഒരു തിരക്ക് അത്ര പറയാൻ പറ്റുള്ളൂ കേട്ടോ. രാവിലത്തെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ദോശയോ അവർക്ക് എന്താണ് അപ്പോൾ അവർക്ക് മൂഡ് വെച്ചാൽ അതൊന്നും ആക്കി കൊടുക്കണം. എൻ്റെ ജസ്റ്റ് ഒരു തിരക്ക് അത്രേ ഉള്ളൂ. എത്ര ദിവസം ഒരു മെസ്സിന്ന് കഴിക്കുന്നൊന്നും അറിയില്ല. പറ്റുന്ന ദിവസം ഒരു മെസ്സിന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അവരെ നിർബന്ധം കൊണ്ട് തന്നെയാണ്. ഞാൻ നിർബന്ധിച്ച് മെസ്സിന്ന് കഴിക്കാൻ പറഞ്ഞതല്ല കേട്ടോ. റെയിനു ഇന്നലെ യൂണിഫോം ഇട്ടുണ്ടായിരുന്നു. റെയിനുൻ്റെ യൂണിഫോമിൻ്റെ പാൻസ് ചെറുതായിട്ട് ലൂസ് ഉള്ളതുകൊണ്ട് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തതുകൊണ്ട് ഇന്ന് അവന് കളറാണ് കേട്ടോ ഇട്ടുള്ളത്. അപ്പോൾ 2 ദിവസം കൊണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് അവൻ കളറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ എന്തായാലും ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോട്ടെ. അപ്പോൾ നമുക്ക് വെയിറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്താലോ അല്ലേ? അപ്പോൾ 40ാമത്തെ ദിവസമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ 40 ദിവസം കൊണ്ട് ഫുള്ള് നമ്മൾ കീറ്റോ ഡയറ്റ് അല്ലല്ലോ അല്ലേ? അപ്പോൾ 40 ദിവസം കൊണ്ട് നമ്മൾ എത്ര വെയിറ്റ് മൊത്തത്തിൽ കുറഞ്ഞു എന്നുള്ളത് നോക്കാം. ഇന്നത്തെ വെയിറ്റ് എന്തായാലും 82.45 ആണ്. അപ്പോൾ ഇന്നലത്തെ വെയിറ്റ് കറക്റ്റ് 83 ആയിരുന്നു. അപ്പോൾ ഇന്നലത്തെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് 550 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാർട്ടിങ് വെയിറ്റ് 89.15 ആയിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 6.7 kg കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. 6.5 കിലോൻ്റെ മുകളിൽ ഞാൻ മൊത്തം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. 6.5 കിലോൻ്റെ മുകളിൽ നമ്മൾ 40 ദിവസം കൊണ്ട് കുറയാന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കാം. മക്കളെയൊക്കെ പറഞ്ഞയച്ചതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിൽക്കാം കേട്ടോ. സുജി ഇപ്പോൾ ഇന്നലെ മുതൽ നടക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഒരു എഗ്ഗ് കഴിച്ചിട്ട് സുജി നടക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കുളിച്ചതിന് ശേഷമാണ് സുജി ഫുഡ് കഴിക്കുക. എനിക്ക് പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എഗ്ഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ചിക്ക കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സുജി ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇന്ന് സൂംബ സ്റ്റാർട്ട് ചെയ്യാണ്. മക്കൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം സൂംബ ഉണ്ട്. അപ്പോൾ ഞാൻ സൂംബ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ടോപ്പ് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്താ സൂംബ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു കോലാണ് കേട്ടോ. ഞാൻ അവിടുന്ന് ടീഷർട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ ആ ടീഷർട്ട് തന്നെ ആണ് അവിടുന്ന് ഇറങ്ങണം കേട്ടോ. വീണ്ടും ഞാൻ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ സുജീൻ്റെ സ്റ്റാഫ് ചന്തു എന്നെ പിക്ക് ചെയ്യാൻ വരികയാണ് കേട്ടോ. ഞാൻ കാർ എടുക്കലില്ല. കാരണം കാറ് പ്രോപ്പറായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസൊന്നും അവിടെ ഇല്ല കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ അത് പാർക്കിംഗ് അന്വേഷിച്ച് ഇങ്ങനെ നടക്കണം. പിന്നെ അപ്പോൾ അതിനുള്ള സാവകാശവും ഒന്നും എനിക്കില്ല. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി ചന്തു വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വരൽ കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേന് ചേച്ചിനോട് പറയും നല്ല എന്താ പറയുക നാരങ്ങ വെള്ളം ഒത്തിരി ഉപ്പിട്ടിട്ട് എനിക്ക് കലക്കി വെക്കണേ ചേച്ചി ഏത് പറയും കേട്ടോ. അപ്പോൾ ചേച്ചി എനിക്ക് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ എനിക്ക് മിസ്റ്റേക്ക് വരല് സൂംബ കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വിശപ്പോട് കൂടിയിട്ടാണല്ലോ വരല്. അപ്പോൾ എനിക്ക് കണ്ടതൊക്കെ ഞാൻ എടുത്ത് തിന്നലാണ് കേട്ടോ പതിവ്. അപ്പോൾ കക്കരി എന്തെങ്കിലും അരിഞ്ഞ് വെക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കെടുമല്ലോ. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാക്കിന് അതൊക്കെ തിന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലുതായിട്ട് കീറ്റിലായതുകൊണ്ടാവണം എനിക്ക് വലുതായിട്ട് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ തണുത്ത് ഫ്രിഡ്ജിലായതുകൊണ്ട് നമുക്ക് ആ തണുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഫ്രഷ് ഫീലും ഉണ്ടാവുമല്ലോ. നല്ലൊരു ഭയങ്കര ഒരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 10:30 അല്ല 11 ആണ്. ഞാനൊരു 10:45 ആകുമ്പോഴത്തേന് അവിടെ എത്തും. നമ്മൾ അവിടെ എത്തി ഷൂ ഒക്കെ ചേഞ്ച് ചെയ്ത് ടീഷർട്ടൊക്കെ ചേഞ്ച് ചെയ്ത് 11 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് 12 മണിയാകുമ്പോഴത്തേന് തീരും കേട്ടോ. നമ്മളൊരു 12:15 ആകുമ്പോഴത്തേന് വീടെത്തും. അടുത്ത് തന്നെയാണ് കേട്ടോ. വീടെത്തും. നമ്മൾ ഇവിടെ നിന്ന് ഒന്ന് ഫ്രഷായ ഒരു കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിടന്നു അങ്ങോട്ടൊക്കെ മറിഞ്ഞൊക്കെ ആകുമ്പോൾ 1 മണിയാകുമ്പോഴത്തേന് ഞാനൊന്ന് ഓക്കെ ആകും. നമ്മൾ 3 മണിയൊക്കെ ആകുമ്പോൾ
മക്കളെ പിക്ക് ചെയ്യാൻ പോകണം കേട്ടോ. 3 മണി 3:10 ആകുമ്പോൾ മക്കളെ പിക്ക് ചെയ്യാൻ പോകണം. മക്കളെ വിടുന്ന സമയമാകും. അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പിക്ക് ചെയ്യാൻ പോകണം എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് സുജി വിളിച്ചു പറഞ്ഞത്, ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്, അപ്പോൾ ഞാൻ വരാം, നമുക്ക് രണ്ടാൾക്കും ഒരുമിച്ച് മക്കളെ പിക്ക് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച സമയമുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ഫേസ് പാക്കൊക്കെ ഇട്ട് തലയിലൊക്കെ എണ്ണയൊക്കെ തേച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതാ സുജീൻ്റെ കൂടെ ഞാൻ മക്കളുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. ഇത് ഭാബി തന്ന കുർത്ത സൽവാറാണ് കേട്ടോ. കോഡ് സെറ്റ് പോലെയാണ്. ഞാൻ അന്ന് ഇട്ടിട്ട് ബാംഗ്ലൂർ പോയ ടൈമിൽ ഇട്ടിട്ട് അതേപോലെ കുറച്ച് നേരം 1 മണിക്കൂർ അങ്ങനെ എന്തോ ഇട്ടിട്ട് കുറച്ച് നേരം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ നമ്മൾ വിയർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് അതേമാതിരി ഇട്ടതാണ് കേട്ടോ. അപ്പോഴാണ് അത് അന്നേരം ഇട്ടപ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഇട്ടപ്പോൾ വയറിൻ്റെ ഭാഗത്തൊക്കെ കുറച്ചും കൂടെ ലൂസ് ആയ പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് ഒന്നുകൂടി സന്തോഷം വന്നു കേട്ടോ. നമുക്ക് ഓരോ ദിവസം ഇങ്ങനെ ചെറുതാണെങ്കിലും ചെറിയ മാറ്റം വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം എനിക്ക് കുറച്ചും കൂടി സന്തോഷമൊക്കെ വന്നു. 3:10 വിടുന്നൊക്കെ ഉണ്ടെങ്കിലും ഫീസ് എടുക്കാനോ റിസീപ്റ്റൊക്കെ വാങ്ങാനോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായിക്ക് നിന്നു. പിന്നെ മക്കളൊക്കെ പിക്ക് ചെയ്തതിന് ശേഷം ഇതെന്താ ഇവർ ഈ ബുക്ക് കൊണ്ടൊക്കെ നോക്കണ കണ്ടില്ലേ, ഇവരെ മെസ് കാർഡ് ഒരാളത് മിസ്സായി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ തിരഞ്ഞിട്ട് കാര്യമില്ല, ബുക്സിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാകും, പ്രോപ്പറായിട്ട് ക്ഷമയോട് കൂടി തിരയെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ഫുള്ളായിട്ട് തിരഞ്ഞതിന് ശേഷം ഞാൻ ഇവരെ ബുക്സൊക്കെ ഓരോന്ന് എടുത്തുകൊണ്ട് നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ബുക്കിൻ്റെ ഉള്ളിൽ കറക്റ്റ് കിട്ടിയിട്ടോ. ഇവരിങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ ഇവർ ടെൻഷൻ അടിച്ച് തരയുമ്പോൾ കാണില്ലല്ലോ. ഞാൻ അവരെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പ്രോപ്പറായിട്ട് ഇരുന്നിട്ട് ഒന്ന് ജസ്റ്റ് ഞാൻ ഓവറായിട്ട് നോക്കിയതേ ഇല്ല. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ തന്നെ ഇവർ ടെൻഷൻ അടിച്ച് നോക്കിയ സാധനം മുന്നിൽ തന്നെ കണ്ടു. ഏതായാലും ഇതൊക്കെയാണ് ഇവരെ കഥ. എന്നിട്ട് വീട്ടിലെത്തിയതിന് ശേഷം ഇതാണ് കേട്ടോ ഞങ്ങൾ കഴിച്ച സാധനം. ഞങ്ങൾ ചോറും കറിയും ബീഫ് പൊരിച്ചതൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതിന് പുറമെ ഞങ്ങളിതാ ഈ റഹ്മാനിയെന്ന് കേത്തൽ ചിക്കൻ പറഞ്ഞിട്ടുള്ള ചിക്കനില്ലേ, മറ്റേ ചില്ലി ഫ്ലേക്സൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എരിവൊക്കെ ഉള്ള ആ ഒരു ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചത്. പിന്നെ വീട്ടിലുണ്ടാക്കിയ നല്ല മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി. അമ്മി ഇപ്പോൾ ആലോചിക്കുമ്പോഴും വായിൽ വെള്ളം പൊട്ടുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് അധികം നമുക്ക് തേങ്ങ കഴിക്കാൻ പാടില്ലല്ലോ, പക്ഷെ മാങ്ങയും കഴിക്കാൻ പാടില്ലല്ലോ, പക്ഷെ ഞാൻ ഇച്ചിരി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ കഴിക്കണ്ടേ അല്ലേ. മക്കൾക്ക് പിന്നെ വന്ന പാടെ ഒന്നും പ്രത്യേകിച്ച് വേണ്ടി വന്നില്ല കേട്ടോ. ഞങ്ങളൊക്കെ വിശന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നേരെ ഞാനും സുജിയൊക്കെ നല്ല ഫുഡ് വിശന്ന് വലഞ്ഞ് വന്നുകാണ്ട് കഴിക്കണമായിരുന്നു. മക്കൾ മമ്മ ഞങ്ങൾ അത് കഴിച്ചു മമ്മ, ഞങ്ങൾ ഇത് കഴിച്ചു മമ്മ പറഞ്ഞിട്ട് മക്കൾ സ്കൂളിൽ നിന്ന് മെസ്സിൽ നിന്ന് കഴിച്ചതിൻ്റെ ഫസ്റ്റിലൊക്കെ ഉള്ളൊരു ആവേശമായിരിക്കും കേട്ടോ. അത് കഴിച്ചു ഇത് കഴിച്ചു, ഞങ്ങൾക്ക് ഹോർലിക്സ് കിട്ടി, ഞങ്ങൾക്ക് അത് കിട്ടി ഇത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും കണ്ടാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടോ ഞാനും സുജിയും. പിന്നെ ഇതാ ഞാൻ എനിക്ക് തീരെ വയ്യായിരുന്നു, ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ എടുത്തിട്ടില്ല. കുറച്ച് നട്ട്സും അതും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ TV കാണുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ വന്ന് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ കിടക്കാൻ മടിച്ചിട്ട് ഞാൻ അങ്ങനെ ഹാളിൽ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഡയറ്റ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ എത്ര കിലോ കുറഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വെയിറ്റും നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം. ബൈ ബൈ.